ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാക്മേ അക്കാദമി എടപ്പള്ളിയിലാണ് കോസ്മെറ്റോളജി പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കോഴ്സ് ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ എക്സാം എല്ലാം കഴിഞ്ഞു. ഇനി ഒരു 10 ദിവസത്തെ നെയിലിൻ്റെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, അക്കാദമീനെ കുറിച്ചും ഞാൻ അവിടത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്നും അവിടുത്തെ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന് വിചാരിച്ച്. ഞാൻ TTC കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ഇഷ്ടമല്ലാണ്ട് പോയി ചേർന്നൊരു കോഴ്സായിരുന്നു TTC. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ പാഷൻ എന്താണോ ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയൊരു നല്ലൊരു പ്ലേസാണ് ലാക്മേ അക്കാദമി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഞാനല്ല, ഹസ്ബൻഡാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായേ. ഹസ്ബൻഡും കൊച്ചിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ അക്കാദമീൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ക്ലാസ്സിൽ പോകുന്ന ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിനി. കാരണം എങ്ങനെയാവും, എന്താവും, പുതിയൊരു സ്ഥലം എന്താവുന്നൊന്നും അറിയുന്നുണ്ടായില്ല. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ടായി. ആ ഒരു ബാച്ച് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ബാച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ടായി. പിന്നെ നമ്മളെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ എന്താ പറയുക, എല്ലാവരും തമ്മിൽ പരസ്പരം മിങ്കിളാവാൻ തുടങ്ങി. ഞങ്ങൾ ടീച്ചേഴ്സിനെ കുറിച്ച് പറയലാണെങ്കിൽ നമ്മളൊരു സ്കൂളിലോ കോളേജിലോ കാണുന്ന ഒരു ടീച്ചേഴ്സിനെ പോലെയേ അല്ല. നമ്മളെക്കാൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സിനെ കണ്ടിട്ട് ഞാൻ ഇവിടെ ലാക്മിയിൽ വന്നതിന് ശേഷമാണ്. ഒരു പ്രോഗ്രാം വന്നാലും മുന്നിൽ ഞങ്ങളെ സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ മുന്നിലുണ്ടാകുന്നത് ഞങ്ങളെ ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ കുറച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് ബാക്കോട്ട് നിന്നാലും അവരെല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും ഫ്രണ്ടിലുണ്ടാകാൻ. ഞങ്ങളുടെ അക്കാദമിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പ്രോഗ്രാമും അവിടെ നടത്താൻ ശ്രമിക്കും. കാരണം വെറും പഠിത്തം മാത്രം ആവരുത് എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം എല്ലാ പ്രോഗ്രാമും നടത്തും. ഞാൻ പോയതിന് ശേഷം ഉണ്ടായത് ഓണം ഉണ്ടായി, അതുപോലെ വിഷുവിൻ്റെ പ്രോഗ്രാം ഉണ്ടായി, മറ്റേ നമ്മളെ നവരാത്രി ആ പ്രോഗ്രാം ഉണ്ടായി, ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ പ്രോഗ്രാം ഉണ്ടായി. അത്യാവശ്യം എല്ലാ പ്രോഗ്രാമും അവിടെ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ടീച്ചേഴ്സ് തന്നെ മുന്നിൽ നിന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് അത്. ഈ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെ ഈ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മളെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കിപ്പം ചോദിക്കാൻ ഭയങ്കര പേടിയുണ്ടാവും, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാൻ പേടിയുണ്ടാവും. പക്ഷേ ഇവരെടുക്കുക നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തും ചോദിക്കാം, നമുക്കത് ക്ലിയർ ആകുന്നവരെ നമുക്കത് പറഞ്ഞു തരും. അതിന് ഭയങ്കര സന്തോഷം. അതിന് നമ്മൾ ടെൻഷൻ കുറയാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മളെ ബിനി മിസ് ആയാലും നമ്മളെ ഫ്രണ്ട് ഓഫീസിലെ ഒരുപാട് സ്റ്റാഫുകൾ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ആയാലും അതുപോലെ നമുക്ക് എൻ്റെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടായി. അതിൽ ഞാനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ കുറച്ച് ദൂരത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളും വെക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം പുറത്ത് പോയി ദൂരെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ മാത്രമല്ല, ഞങ്ങൾക്ക് ഈ ഫാഷൻ ഷോ അതുപോലെ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകലുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പീഡായിട്ട് ചെയ്യാനും. ഈ ഒരു കഴിഞ്ഞടക്കാണ് എൻ്റെ എക്സാം കംപ്ലീറ്റ് ആയത്. സ്കിന്ന് എനിക്ക് ചില റീസൺ കൊണ്ട് ഒരു എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായത്. 2 എക്സാം ഒരുമിച്ച് വന്ന ടൈമിൽ ഞാൻ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ ഞാൻ എഴുതൂല, ഒരു എക്സാം എഴുതൂല, എന്നെ കൊണ്ട് പറ്റൂല. പക്ഷേ ഇതിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്ന് തന്നെ ഈ എക്സാം എന്തായാലും എഴുതണം, കാരണം പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് തന്നെ ആയിരിക്കും അത് റിസ്ക് എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അന്ന് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. കാരണം ഇനിയും ഒരു 2-3 മാസം ഗ്യാപ്പ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റൂല. പിന്നെ ആദ്യം പഠിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മിസ് ആ ഒരു ടൈമിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ സ്കിന്നിൻ്റെ എക്സാം അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ മേക്കപ്പിൻ്റെ എക്സാം, അസസ്മെൻറ്റ്, ഞാൻ 3 ലുക്കുകൾ ചെയ്തിട്ടുണ്ടായി അസസ്മെൻറ്റിന്. ഒന്ന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. പിന്നെ എൻ്റെ ഫൈനൽ എക്സാമിന് ഞാനൊരു ഹിന്ദു ലുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഹെയർ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായി. ഹെയർ ഈ മേക്കപ്പൊക്കെ കഴിയുന്നതിൻ്റെ ഒരു 4 മാസം മുന്നേ ഹെയറിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ടായി. ഈ ഒരു പാഷൻ ഞാൻ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ എനിക്ക് നല്ല രീതിക്കുള്ള ഡൗട്ട് ഉണ്ടായിനി. അതിന് ഞാൻ ചൂസ് ചെയ്തൊരു വഴിയാണ് ലാക്മേ അക്കാദമി. അവരെന്നെ അതിൽ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്കിന്നും തോന്നിയിട്ടില്ല. അത് ശരി തന്നെയാണ്. എൻ്റെ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ ഒരു വഴി കാണിച്ചു തന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ലാക്മേ അക്കാദമി എടപ്പള്ളി. ഇനിയും ഒരുപാട് സ്റ്റുഡൻസിന് അവിടെ വന്ന് പഠിക്കാൻ കഴിയട്ടെ, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.